മഹാനായ തങ്ങള് കുമ്പോൽ എന്ന് പറഞ്ഞത് കാസർഗോഡ് കഴിഞ്ഞ് കുമ്പള കഴിഞ്ഞ് ആരിക്കാടി അടുത്താണ് കുമ്പോൽ എന്ന് പറയാൻ ഒരുപാട് കറാമത്തുകൾ കാണിക്കുന്ന സയ്യിദാണ് അവർ. അള്ളാഹുർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. തങ്ങളെപ്പറ്റി എവിടെയും പുകഴ്ത്തി പറയുന്നതോ തങ്ങളെപ്പറ്റി തങ്ങളുടെ എന്തെങ്കിലും കറാമത്തുകൾ പറയുന്നതോ തങ്ങൾക്ക് തീരെ പറയരുത് എന്നാണ് തങ്ങൾ പറയരുത് എന്ന് പറയും. സുബ്ഹാനല്ലാഹ്. എനിക്കടക്കം എത്രയോ ആയിരക്കണക്കിന് ആളുകൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ ഒരു വലിയ മഹാനാണ് സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങൾ അവറുകൾ. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. പറഞ്ഞ വാക്കാണ്. നാവ് കൊണ്ടൊരു വാക്ക് പറഞ്ഞു കിട്ടിയാൽ അത് മതി. എന്റെ ഒരു അനുഭവം, സാധാരണ മൈക്കൊക്കെ മോശം, ഇപ്പൊ നല്ല മൈക്കാണ്, മൈക്കൊക്കെ മോശമാവുകയാണെങ്കിൽ സൗണ്ട് പോകും. സൗണ്ട് പോയാൽ പിറ്റേന്ന് സൗണ്ട് ഉണ്ടാവില്ല. തങ്ങളെ ഞാൻ പരിചയപ്പെട്ട ആ ഒരു തുടക്കകാലങ്ങളിൽ തങ്ങളോട് ഒറ്റ പറഞ്ഞ തങ്ങളെ ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവാറുണ്ട്. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്. തങ്ങൾ തൊണ്ടൊക്കെ പിടിച്ചിട്ട് ഒരു ദുആ ചെയ്തതാണ്. പിന്നെ ഒരു കാരക്ക തങ്ങളെ കടിച്ചിട്ട് എനിക്ക് തന്നു തിന്നാൻ, ഒരു കൊട്ടും തങ്ങൾ നെഞ്ചത്ത് ഇങ്ങനെ കൊട്ടും. ആ ഒരു പൊരുത്തമാണ്. പിന്നെ ഇന്നത്തെ ദിവസം വരെ, നാളെ നമുക്ക് പറയാൻ പറ്റില്ല, സൗണ്ട് പോയിട്ട് വേദ പറയാതെ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. അത് അള്ളാഹുവിന്റെ ഒരു തൗഫീഖാണ്. എപ്പോഴും പെട്ടെന്ന് എന്റെ സൗണ്ട് തന്നെ, മൈക്കക്കാർക്കൊക്കെ വലിയ ദേഷ്യമാണ് എന്നോട്. ഇവർക്കല്ല കേട്ടോ, എത്ര ശരിയായി കൊടുത്താലും മുപ്പർക്ക് മൈക്ക് ശരിയാവില്ല എന്ന് പറയും. എന്റെ സൗണ്ട് അത്ര ചെറിയ സൗണ്ട്, അതുകൊണ്ടാണ്. ഇത് വേറൊരാൾക്ക് ഭയങ്കര മൈക്കായിരിക്കും. ഇവിടെ ആകെ ഇടിച്ചു പൊളിക്കാൻ മാത്രമുള്ള സൗണ്ട് ഇതിനുണ്ട്. പക്ഷെ എനിക്ക് എന്റെ ഒരു ലൈഫായ അവസ്ഥയിൽ അത് ചിലപ്പോൾ പറ്റാറില്ല. അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നം. അപ്പൊ മഹാനായ തങ്ങളവറുകളുടെ ആ ഒരു പൊരുത്തവും ഞാൻ അനുഭവിക്കുകയാണ്. പല കാര്യങ്ങളും അള്ളാഹു തങ്ങള് അവിടുന്ന് തങ്ങളുടെ ഖാദിം സദ്ദീഖ് ഉസ്താദ് എന്ന് പറയും, അവരിവിടെ വന്ന് എനിക്ക് വിളിച്ചു. ഞാൻ മടവൂർ വന്നിട്ട് പോവാണ്, ഞങ്ങൾ കോഴിക്കോടാണ്, പറഞ്ഞു മടവൂർ വന്നിട്ട് പോവാണ്. തങ്ങൾ ചീരണി കൊടുത്തയച്ചിട്ടുണ്ട്, ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രയാസമുള്ള ഒരാളെയും തങ്ങൾ പറഞ്ഞയച്ചിട്ടുണ്ട്, അവർക്കും വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തങ്ങൾക്കും തങ്ങൾ ദ്വാരക്കാൻ ആർക്കൊക്കെ വസിയത്ത് ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെയും അവരുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. അള്ളാഹു സലാമത്താക്കി കൊടുക്കട്ടെ. അള്ളാഹു ആ കുടുംബം, നമ്മൾ ഇവിടെ പാണക്കാട് കുടുംബം എന്ന് പറയുന്ന പോലെ വടക്കേ മലബാറിലെ പാണക്കാടാണ് മഹാന്മാരായ കുമ്പോൽ സയ്യിദന്മാർ. ആയിരക്കണക്കിന് ആളുകൾ കർണാടകയുടെ ഭാഗങ്ങളിൽ നിന്ന്, ബോംബെയിൽ നിന്ന്, ഗോവയിൽ നിന്ന്, നമ്മുടെ കേരളത്തിന്റെ മുക്കുമൂലകളിൽ നിന്നൊക്കെ ആ മഹാനുഭാവനെ ഒന്ന് കണ്ട് സലാം പറയാൻ, തങ്ങളോടൊന്ന് ദ്വാരപ്പിക്കാൻ എത്ര ആളുകളാണ് അവിടെ കാത്തു നിൽക്കുന്നത്. തങ്ങൾക്ക് വയ്യ, വല്ലാത്ത ക്ഷീണമാണ്, തങ്ങൾക്ക് ഊരവേദനയും പ്രയാസമൊക്കെ ഉണ്ട്, തങ്ങളുടെ കൈയിന് ചെറിയ ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ജനങ്ങൾക്ക് വേണ്ടി തങ്ങൾക്ക് എഴുതി കൊടുക്കണം, തങ്ങളത് വായിച്ചതിന് മറുപടി എഴുതി തരും. ചിലപ്പോൾ ചികിത്സ ചെയ്യാൻ വേണ്ടി മരുന്ന് എഴുതി കൊടുക്കും. ഇന്ന ഡോക്ടറെ പോയി കാണണമെന്ന് പറയും. ക്യാൻസർ ബാധിച്ച ഇന്ന് മംഗലാപുരത്ത് വലിയൊരു ഹോസ്പിറ്റലിന്റെ മെയിൻ സ്ഥാപകനായ ഒരു ഡോക്ടർ ഇന്ന് ജീവിച്ചിരിപ്പുള്ളതാണ്. അദ്ദേഹം മുസ്ലിമാണ്. അദ്ദേഹത്തിന് ബ്ലഡ് ക്യാൻസർ